ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് നല്ല കമൻസുകൾ വന്നിരുന്നു. അപ്പോൾ കമൻസുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സന്തോഷം കൂടുതൽ വരുമ്പോൾ നമ്മൾ അല്പം മധുരം കഴിക്കണമെന്നല്ലേ പറയാറ്. അതുകൊണ്ട് ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പരിപ്പ് പായസമാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മുടെ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പരിപ്പൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. ½ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചത്. കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പരിപ്പ് ഏകദേശം വെന്ത് കിട്ടും. പരിപ്പ് ഒത്തിരി അങ്ങ് വെന്ത് ഉടയാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പായസം കുടിക്കുന്ന സമയത്ത് പരിപ്പിൻ്റെ ചെറിയ തരി അതിനകത്ത് ഉണ്ടാവുന്നതാണ് എന്തോ എനിക്ക് പായസം കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. വെന്ത് വന്ന പരിപ്പിലേക്ക് 1 പാക്കറ്റ് പാല് കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ ശർക്കര പാനിയും ഒരു ചെറിയ കപ്പും അതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പായസം ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഗോതമ്പ് പൊടിയിലേക്ക് പാലും കൂടെ കൂട്ടിയിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനു മുൻപായിട്ട് ഒരു തേങ്ങാപ്പാലും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു. ഇത് പാലിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നോർമൽ വാട്ടറിൽ നമുക്ക് ചെയ്യാം. ഈ കലക്കി വെച്ച ഗോതമ്പ് പൊടി നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തവി കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഗോതമ്പ് പൊടി പെട്ടെന്ന് തന്നെ വെന്ത് പോവും. അതിനുശേഷം മറ്റൊരു പാൻ വെച്ച് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗീ ഒഴിച്ചു. അതിലേക്ക് തേങ്ങാക്കൊത്ത് അതുപോലെ ഏലക്ക കുറച്ച് മുന്തിരിയും കൂടെ ആഡ് ചെയ്തു. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂ അതുപോലെ ബദാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.